ഷാജഹാൻ, ഇത് നമ്മൾ കുറേ നാളുകളായി ചർച്ച ചെയ്യുകയാണ്. SFI അന്വേഷണം വന്നപ്പോൾ ഇതിന്റെ ഗൗരവം വർദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുറ്റപത്രത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനുള്ള അനുമതിയും നൽകിയിരിക്കുന്നു. എന്താണ് നമ്മൾ കരുതേണ്ടത്? രഞ്ജിത്ത്, ഇത് എനിക്കിത് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഈ അനീതി എല്ലാ കാലവും വാഴില്ല എന്നാണ്. എവിടെയെങ്കിലും വെച്ച് അനീതി ചോദ്യം ചെയ്യപ്പെടും, തെറ്റുകൾ കണ്ടുപിടിക്കപ്പെടും എന്നതിൻ്റെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ എന്താ കേട്ടുകൊണ്ടിരുന്നത്? പിണറായി സമം പാർട്ടി, പാർട്ടി സമം പിണറായി. അതായത് ഇൻഫാലിബിൾ ആയിട്ടുള്ള ഒരു വിജയൻ, ഒരു പിണറായി വിജയനാണ് നമ്മൾ കണ്ടത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഈ CMRL SFI അന്വേഷണം റദ്ദാക്കണമെന്ന് പറഞ്ഞു കൊടുത്ത കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് കേരള ഹൈക്കോടതിയിൽ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടൻ കൊടുത്ത കേസിന്മേലുള്ള അപ്പീലിലും പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയത്. അതുപോലെ തന്നെ നമുക്കറിയാം, ലാവ്ലിൻ കേസ് 8 വർഷക്കാലമായി സുപ്രീം കോടതിയിൽ പിണറായി വിജയനെ പ്രതി ചേർക്കണമെന്നുള്ള കേസിൻ്റെ അപ്പീൽ അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്? നമ്മൾ വിചാരിച്ചിരുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവ് ഇൻഫാലിബിളാണ്, അയാളെ ആർക്കും തൊടാൻ കഴിയില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കേരളത്തിൽ പാർട്ടി സമം പിണറായി, പിണറായി സമം പാർട്ടി, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പാർട്ടി കോൺഗ്രസിൽ പോലും ശക്തമായി ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന പിണറായി വിജയൻ എന്നുള്ള ചർച്ച അവിടെ നടന്നുകൊണ്ടിരുന്നത്. 75 വയസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വയസ്സ് ഇളവ് ചെയ്യും പിണറായി വിജയന് വേണ്ടി എന്നുപോലുമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് പിണറായി വിജയൻ്റെ മകളെ പ്രതി ചേർത്തിരിക്കുന്നത്. എനിക്കിതിൽ അഭിമാനമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ പിണറായി വിജയൻ്റെ മകളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഒരു സാധാരണ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ഈ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് ആ കാര്യത്തിൽ വളരെയേറെ ചാരിതാർത്ഥ്യവും അഭിമാനവുമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മകളെ 2 തവണ ചോദ്യം ചെയ്തു കഴിഞ്ഞു. SFI എന്ന് പറയുന്ന ആ അന്വേഷണ ഏജൻസിക്ക് അറസ്റ്റിനുള്ള അധികാരമുള്ള ഏജൻസിയാണ്. 2,70,00,000 രൂപ, 1,72,00,000 രൂപ എന്നാണ്. അതെ, ഈ ആദായ നികുതി വകുപ്പിന്റെയും ROCയുടെ അന്വേഷണത്തിൽ 1,72,00,000 അതിപ്പോൾ 2,70,00,000 രൂപ. അതായത് ഈ വായ്പ, അതായത് 2 കമ്പനികളാണ്, ഈ കർത്തായുടെ ബന്ധുക്കൾ ഡയറക്ടർമാരായുള്ള 2 കമ്പനികളിൽ നിന്ന് അനധികൃതമായി വായ്പയും എടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ. ആ തുക കൂടി കൂടുമ്പോഴാണ് ഈ പറഞ്ഞ 1 കോടി കൂടി വർദ്ധിച്ച് 2,70,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഒരു സേവനവും കൊടുക്കാതിരുന്നതിന് മുഖ്യമന്ത്രിയുടെ മകളെ പ്രതി ചേർത്തിരിക്കുകയാണ്. ആര്? ഇന്ത്യയിൽ ഈ കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഏജൻസി ആയിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ. ഇനി പിണറായി വിജയന് തെല്ലെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, അയാൾക്കൊരൽപ്പമെങ്കിലും ലജ്ജ ബാക്കിയുണ്ടെങ്കിൽ, ഈ മധുരയിൽ നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ വേദിയിൽ നിന്ന് തല കുനിച്ചുകൊണ്ട്, മുട്ടയിൽ മുട്ടിച്ചുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോയിട്ട് രാജിവെക്കുകയാണ് എന്ന് പറയാനുള്ള ആർജവം അയാൾ കാണിക്കുമോ എന്നുള്ളതാണ് ഇനി ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് തയ്യാറാകുമോ നമ്മുടെ മുഖ്യമന്ത്രി? ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ടും പള്ളിയിൽ പോകാത്ത മുഖ്യമന്ത്രി, ഈ പറഞ്ഞ കാര്യം ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നപ്പോഴും രാജിവെക്കാത്ത മുഖ്യമന്ത്രി ഇനിയും അതിന് തയ്യാറാകുമെന്ന് ശ്രീ KM ഷാജഹാൻ അത് പരിചയമുള്ള ആളാണ്, അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല രഞ്ജിത്ത്, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, 2007 പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ പ്രതിയായി. അന്ന് 9ാം പ്രതിയായിരുന്നു പിണറായി വിജയൻ. അന്ന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രകാശ് കാരാട്ട്. അന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞത്, പ്രതിയാണെന്നുള്ളത് ശരി, പക്ഷേ പാർലമെൻ്ററി രംഗത്ത് സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ല, പാർട്ടിയിൽ മാത്രമാണ് സ്ഥാനം വഹിക്കുന്നത്, അതുകൊണ്ട് രാജിവെക്കണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ മകളാണ് പ്രതിയായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെന്നുള്ള നിലയിലാണ് CMRL നിന്ന് 2,70,00,000 കിട്ടിയിരിക്കുന്നത്. അവർ അറസ്റ്റിന് അവകാശമുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് പ്രതിയാക്കിയിരിക്കുകയാണ്. അപ്പം മുഖ്യമന്ത്രിയാണ് അച്ഛൻ. അതുകൊണ്ട് അന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ, അന്ന് രാജിവെക്കാതിരുന്നത് പാർട്ടി സ്ഥാനം മാത്രമാണ് വഹിക്കുന്നത് എന്ന് പറഞ്ഞത് ശരിയായിരുന്നുവെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകണം. പക്ഷേ
രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഉളുപ്പും ലജ്ജയും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കാനാണ് സാധ്യത. പക്ഷേ ആ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഓരോ നിമിഷവും അയാളുടെ പാർട്ടിയായിട്ടുള്ള CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിൽ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് അയാളുടെ പാർട്ടി നേതൃത്വം ഈ പാർട്ടി കോൺഗ്രസ് കൂടുന്ന ഈ സമയത്ത് ആലോചിച്ചാൽ ആ പാർട്ടിക്ക് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ